നമസ്കാരം പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദ ലെജൻഡ് സ്റ്റോറി, നമ്മുടെ മൺമറഞ്ഞു പോയ ചലച്ചിത്ര പ്രവർത്തകർ, സംവിധായകർ, അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലൂടെയൊക്കെ സംസാരിക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പത്മരാജൻ സാറിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു സംവിധായകനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹം ഒരു സംവിധായകൻ മാത്രമല്ലായിരുന്നു, അദ്ദേഹം ഒരു ചിത്രകാരനായിരുന്നു, ഒരു ശില്പിയായിരുന്നു, ഒരു ഗാനരചയിതാവായിരുന്നു, നല്ലൊരു തിരക്കഥാകൃത്തായിരുന്നു, അതോടൊപ്പം തന്നെ സംഗീത സംവിധായകനായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സകല കലാവല്ലഭൻ. അതെ, ശ്രീ ഭരതൻ സാർ. ഭരതൻ സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് വൈശാലി എന്ന് പറയുന്ന സിനിമയാണ്. ലോക സിനിമയെ തന്നെ ഞെട്ടിച്ച ഒരു സിനിമയായിരുന്നു വൈശാലി. പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമാ മേഖലയിൽ ഒരു പുതിയ മാനം കണ്ടെത്തിയൊരു സിനിമയായിരുന്നു വൈശാലി. കാരണം നിറങ്ങൾ കൊണ്ട്, ശരിക്കും നിറങ്ങളുടെ ഒരു ആഘോഷം തന്നെയായിരുന്നു അല്ലേ വൈശാലി. അപ്പോൾ ആ സിനിമകളെ പറ്റിയൊക്കെ നമുക്കിതിനകത്ത് സംസാരിക്കേണ്ടതുണ്ട്. ഭരതൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ കഴിവുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു ചിത്രമാണ് വൈശാലി. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു വീഡിയോയോട് കൂടി ഭരതൻ സാറിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് തീരുന്നില്ല, ജസ്റ്റ് ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോയോ. 1946 നവംബർ 14 പാലിശ്ശേരി പരമേശ്വര മേനോൻ്റെയും കാരത്തേനി അമ്മയുടെയും മകനായി വടക്കാഞ്ചേരിയിൽ ജനിച്ച ഭരതൻ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ PN മേനോൻ്റെ ജ്യേഷ്ഠപുത്രനായിരുന്നു. സ്കൂൾ ഓഫ് ഫൈനാൻസിൽ നിന്നും ഡിപ്ലോമ നേടിയ ഭരതൻ കലാസംവിധായകനായാണ് ചലച്ചിത്ര ലോകത്ത് പ്രവേശിച്ചത്. വിൻസെൻ്റ് സംവിധാനം ചെയ്ത ഗന്ധർവക്ഷേത്രം എന്ന ചിത്രത്തിലാണ് ആദ്യമായി പ്രവർത്തിച്ചത്. കുറച്ച് ചിത്രങ്ങളിൽ കലാസംവിധായകനായും സഹസംവിധായകനായും പ്രവർത്തിച്ച അദ്ദേഹം പത്മരാജൻ്റെ തിരക്കഥയിൽ പ്രയാണം എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് സ്വതന്ത്ര സംവിധായകനായി. ഏറ്റവും നല്ല പ്രാദേശിക ഭാഷാ ചിത്രത്തിനുള്ള ആ വർഷത്തെ ദേശീയ പുരസ്കാരം ഈ ചിത്രത്തിന് കിട്ടി. സംവിധാനം ചെയ്ത ആദ്യത്തെ ചലച്ചിത്രത്തിൽ ലൈംഗികതയെ അശ്ലീലത്തിലേക്ക് വഴുതി വീഴാതെ തന്നെ ചിത്രീകരിക്കുവാനുള്ള അപൂർവമായ തൻ്റെ കൈപ്പട ഭരതൻ തെളിയിച്ചു. പിന്നീടത് ഭരതൻ സ്പർശം എന്നറിയപ്പെട്ടു. ഭരതനും പത്മരാജനുമായുള്ള കൂട്ടുകെട്ട് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കമായിരുന്നു. പത്മരാജൻ സ്വതന്ത്ര സംവിധായകനാകുന്നതിന് മുൻപേ ഇരുവരും ചേർന്ന് പല ചിത്രങ്ങളും നിർമ്മിച്ചു. ഇവയിൽ പ്രധാനം രതി നിർവേദം, തകര എന്നിവയാണ്. തകര ഭരതൻ്റെ ഏറ്റവും നല്ല ചിത്രമായി കരുതപ്പെടുന്നു. തകരയിലെ ചെല്ലപ്പനാശാരി ചലച്ചിത്ര പ്രേമികളുടെ മനസ്സിൽ നിന്ന് ദശാബ്ദങ്ങളോളം മായാത്ത വിധം തന്മയത്വത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നു. പത്മരാജൻ തൻ്റെ ജന്മസ്ഥലമായ മുതുകുളത്ത് നടന്ന ഒരു യഥാർത്ഥ കഥയെ ചലച്ചിത്രമാക്കുകയായിരുന്നു. പിന്നീട് ഭരതൻ ആവാരംപൂ എന്ന പേരിൽ ഈ ചിത്രം തമിഴിൽ പുനർനിർമ്മിച്ചു. 80കളുടെ തുടക്കത്തിൽ ഭരതൻ പല യുഗ്മചിത്രങ്ങളും നിർമ്മിച്ചു. ചാമരം, മർമ്മരം, പാളങ്ങൾ, എൻ്റെ ഉപാസന എന്നിവ ഇതിൽ ചിലതാണ്. ഇവ കലാപരമായി എടുത്തു പറയത്തക്കവ അല്ലെങ്കിലും വാണിജ്യ വിജയങ്ങളായിരുന്നു. മലയാള ചിത്രത്തിൽ കാൽപ്പനിക തരംഗത്തിന് ഇവ തുടക്കമിട്ടു. മറ്റ് പ്രശസ്ത ചലച്ചിത്ര സംവിധായകരും ഇതേ പാത പിന്തുടർന്നു. മലയാള ചലച്ചിത്രത്തിലെ കാൽപ്പനിക കാലഘട്ടമായിരുന്നു 80കൾ. കലാകാരനെ അതിശയിക്കുന്നതിന് ഒരു ഉദാഹരണമായിരിക്കും ഭരതൻ്റെ വൈശാലി എന്ന ചിത്രം. ഭരതൻ്റെ മാസ്റ്റർ പീസായി ഈ ചിത്രം കണക്കാക്കപ്പെടുന്നു. മഹാഭാരതത്തിലെ ഒരു ഉപകഥയിലെ അപ്രധാനമായ ഒരു കഥാപാത്രമാണ് വൈശാലി. തൻ്റെ തനത് ശൈലിയിൽ ഈ കഥയെ വികസിപ്പിച്ച് MT കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി. ഒരു ദാസിയുടെ മകളായ വൈശാലി വാത്സ്യായനൻ്റെ കാമസൂത്രം പഠിച്ചവളാണ്. വിഭാണ്ഡകൻ എന്ന മഹർഷിയുടെ മകനായ ഋഷ്യശൃംഖനെ ആകർഷിച്ച് ലോമപാതൻ്റെ രാജ്യത്തിൽ എത്തിച്ച് കൊടിയ വരൾച്ച മാറ്റി മഴ പെയ്യിക്കുവാനായി വൈശാലിയെ അയക്കുന്നു. MT വൈശാലിക്ക് കഥയിൽ പ്രാധാന്യം നൽകിയപ്പോൾ കഥ ഒരു പുതിയ മാനം കണ്ടെത്തുന്നു. ഭരതന് ഭാഷ ഒരു തടസ്സമായില്ല. ശിവാജി ഗണേശൻ, കമലഹാസൻ എന്നിവർ അച്ഛൻ മകൻ ജോഡിയായി അഭിനയിക്കുന്ന തേവർ മകൻ തമിഴിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നു. പല ഭാഷകളിലും പുനർനിർമ്മിക്കപ്പെട്ട ഈ ചിത്രം പല ദേശീയ പുരസ്കാരങ്ങളും നേടി. പ്രിയദർശൻ സംവിധാനം ചെയ്ത വിരാസത്ത് എന്ന ഹിന്ദി സിനിമ തേവർ മകൻ്റെ പുനർനിർമ്മാണമാണ്. അമരീഷ് പുരിയും അനിൽ കപൂറുമാണ് വിരാസത്തിൽ അച്ഛനെയും മകനെയും അവതരിപ്പിക്കുന്നത്. ചലച്ചിത്ര സംവിധാനത്തിന് പുറമെ ഭരതൻ പല തിരക്കഥകളും രചിച്ചു. തൻ്റെ പല ചിത്രങ്ങൾക്കുമായി ഗാനങ്ങൾ രചിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തു. കേളി എന്ന ചലച്ചിത്രത്തിലെ ഇന്ദോള രാഗത്തിൽ ചെയ്ത താരം വാൽക്കണ്ണാടി നോക്കി എന്ന ഗാനം ഭരതൻ്റെ സംഗീത പ്രാവീണ്യത്തിന് ഉദാഹരണമാണ്. കാതോട് കാതരം എന്ന ചിത്രത്തിന് വേണ്ടി സേപ്പച്ചൻ്റെ കൂടെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതികളെക്കുറിച്ച് ഒരിക്കലും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. 1975 മലയാളത്തിലെ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ചിത്രം പ്രയാണം. 1992 തമിഴിലെ മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ചിത്രം തേവർ മകൻ. 1975 കേരള സംസ്ഥാന അവാർഡ് മികച്ച സംവിധാനം കലാസംവിധാനം ചിത്രം പ്രയാണം. 1979 കേരള സംസ്ഥാന അവാർഡ് മികച്ച സംവിധാനം കലാസംവിധാനം ചിത്രം തകര.
1980 കേരള സംസ്ഥാന അവാർഡ് മികച്ച സംവിധാനം കലാസംവിധാനം ചിത്രം ചാമരം. 1981 കേരള സംസ്ഥാന അവാർഡ് മികച്ച കലാസംവിധാനം ചിത്രം ചാട്ട. 1982 കേരള സംസ്ഥാന അവാർഡ് മികച്ച സിനിമ മർമരം. 1982 കേരള സംസ്ഥാന അവാർഡ് മികച്ച സംവിധാനം കലാസംവിധാനം ചിത്രം ഓർമ്മയ്ക്കായി. 1984 കേരള സംസ്ഥാന അവാർഡ് മികച്ച കലാസംവിധാനം ചിത്രം ഇത്തിരി പൂവേ ചുവന്ന പൂവേ. 1987 കേരള സംസ്ഥാന അവാർഡ് മികച്ച ജനപ്രീതി നേടിയ ചിത്രം ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം. 1992 കേരള സംസ്ഥാന അവാർഡ് മികച്ച ജനപ്രീതി നേടിയ ചിത്രം വെങ്കലം. അപ്പോൾ ഭരതൻ സാറിൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.